Welcome to Garam Masala, the magic spices of cooking. കോൺ ദോശ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ കോൺ ദോശ തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും ഡിന്നറായും എല്ലാം സെർവ് ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 കപ്പ് അവിൽ ഇവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പച്ചരി, ഉഴുന്ന്, ഉലുവ ഇവയെ കുതിർത്തിയെടുക്കണം. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ഇതിനെ കുതിർത്തിയെടുക്കേണ്ടത്. കുതിർന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് അവിലോ വേവിച്ച് വെച്ചിട്ടുള്ള റൈസോ ചേർത്ത് അരച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിനെ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വെക്കണം. ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ദോശ ബാറ്ററാണിത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം വേണം നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം നമുക്ക് ക്രിസ്പി ദോശ തയ്യാറാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം തെളിച്ച് നമുക്കിതിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. റെഗുലർ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരൽപ്പം എണ്ണ തടവി കൊടുക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതിലോട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കണം. കനം കുറഞ്ഞു വേണം പരത്തിയെടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ദോശ നല്ല ക്രിസ്പിയായി വരികയുള്ളൂ. ഇനി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ദോശ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ക്രിസ്പി ആകുന്നതിന് വേണ്ടി നമുക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായും സൈഡിലായുമെല്ലാം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഷാർപ്പ് എഡ്ജുള്ള സ്പാച്ചുല ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. മടക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സിസേഴ്സ് ഉപയോഗിച്ച് മുറിച്ചെടുത്താലും മതിയാകും. ഇനി ഇതിനെ നമുക്ക് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ക്രിസ്പി ആക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ദോശ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോൺ ഷേപ്പിലോട്ട് മാറ്റാം. ഇതുപോലെയാണ് നമുക്കിതിനെ മടക്കിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ഡെലീഷ്യസ് കോൺ ദോശ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സാമ്പാർ, കോക്കനട്ട് ചട്നി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.